ചിലവർ പറയായിരുന്നു അയ്യോ എന്തിനാ ഈ മുണ്ട് കൊടുത്ത് നടക്കുന്നത് പഴഞ്ചൻ ഒരു ഇതാണെന്ന്. പക്ഷേ ഐ എൻജോയ് ഡൂയിങ് ഇറ്റ്. ഇന്ന് ഈ മുണ്ടിൻ്റെ കാര്യം ചോദിക്കുമെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ പാൻറ്റ് ഇട്ടുകൊണ്ട് വന്നത്. ഒരു വ്യത്യാസം വരട്ടെ, അല്ലെങ്കിൽ ക്ലീഷയായപ്പോൾ എല്ലാവരും പറയും എപ്പോഴും മുണ്ടിട്ട് നടക്കുന്നു എന്ന്. പക്ഷേ ഐ ക്വൈറ്റ് എൻജോയ് ഇറ്റ്. ഇപ്പോൾ ഇംഗ്ലീഷിൽ എഴുതുന്ന ഒരു വ്യക്തി, അപ്പോൾ ഇംഗ്ലീഷിൽ എഴുതുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മൾക്ക് മലയാളികൾക്കാണെങ്കിലും പൊതുവെ ആളുകൾക്ക് ചില ധാരണകളുണ്ടാവും. അയാൾ ഒരുപക്ഷെ കേരളത്തിലാണെങ്കിലും മലയാളത്തിലാണെങ്കിലും അധികം മലയാളത്തിൽ സംസാരിക്കില്ല, മലയാളത്തിൻ്റെതായ രീതികളുണ്ടാവില്ല. പക്ഷേ മനുവിനെ നമ്മളിങ്ങനെ ഫോളോ ചെയ്യുമ്പോൾ വളരെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള റൂട്ടഡ് ആയിട്ടുള്ള ഒരു മലയാളി ഐഡൻറ്റിറ്റി മനു കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അത് മുണ്ടെടുക്കുന്നതിലാണെങ്കിലും ചെണ്ട പഠിക്കാൻ പോകുന്നതിലാണെങ്കിലും അത് മലയാളത്തിൽ വ്ളോഗുകൾ ചെയ്യുന്നത്. സോ അങ്ങനെ ഒരു വഴി തിരഞ്ഞെടുക്കാൻ എന്താ കാരണം? എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ പുറത്താണ് വളർന്നത്. പക്ഷേ എനിക്കെന്തോ കുഞ്ഞിലേ മുതൽ നാട്ടിനോടൊരു ഇഷ്ടവും സ്നേഹവും ഉണ്ടായിരുന്നു. സോ ഈവൻ ഇൻ മൈ സ്കൂൾ ഡേയ്സ് എപ്പം ഹോളിഡേ കിട്ടിയാലും ഐ യൂസ് ടു മേക്ക് എൻ എക്സ്ക്യൂസ് ടു കം ടു കേരള. അമ്മയും അച്ഛനും സിസ്റ്ററും വന്നില്ലെങ്കിലും ഐ യൂസ് ടു കം ആൻഡ് സ്റ്റേ വിത്ത് മൈ ഗ്രാൻഡ് പാരൻസ്. പിന്നെ അച്ഛൻ വരുമ്പോഴേക്കും ഓർമ്മയുണ്ട്, ഞങ്ങൾ നാട്ടിലേക്ക് വരും ആൻഡ് വി ആർ കമ്മിങ് ഫ്രം ദ സിറ്റി. അപ്പം നാട്ടിൽ വരുമ്പോഴാണ് കൃഷി, കണ്ടം ഇതൊക്കെ കാണുന്നത്. അച്ഛൻ ഹാഡ് എ ഹാബിറ്റ്, അച്ഛന് ഒരു മുണ്ട് കൊടുത്ത് അതിനെ മടക്കി കുത്തി ചെരുപ്പൊക്കെ ഊരിയിട്ടിട്ട് ഞങ്ങൾ കണ്ടത്തിലേക്ക് ഇറങ്ങും. ഫുൾ ചെളിയും അതൊക്കെ ആയിട്ട് ഇറ്റ് യൂസ് ടു ബി ഗ്രേറ്റ് ഫൺ. അപ്പം അന്നേ ഐ ഹാഡ് എ സോഫ്റ്റ് കോർണർ ഫോർ കേരള. അപ്പം മലയാളമൊന്നും ആദ്യം അത്രയും ഈസിലി സംസാരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോഴും എൻ്റെ സിസ്റ്റർ ഡസൻ സ്പീക്ക് അത്രയും ഫ്ലൂവൻറ്റ്. ഷീ കൻ സ്പീക്ക് മലയാളം, പക്ഷേ വളരെ ഒരു ലിമിറ്റഡ് വൊക്കാബുലറിയിലാണ് എൻ്റെ സിസ്റ്റർ സ്പീക്ക് ചെയ്യുന്നത്. എൻ്റെയും ഇപ്പം ഒരു 10 വർഷം മുമ്പ് ഐവറി ത്രോൺ ആദ്യം പബ്ലിഷ് ചെയ്ത കാലത്തെ അന്നത്തെ ചില മലയാളം ഇൻ്റർവ്യൂസ് കണ്ടാൽ യു കൻ സീ ഐ എം സ്ട്രഗ്ലിംഗ് എ ലിറ്റിൽ ബിറ്റ് വിത്ത് ദ മലയാളം. ഇപ്പോഴും പെർഫെക്റ്റ് ഒന്നുമല്ല, പക്ഷേ ഓവർ ദ ലാസ്റ്റ് 10 years ഇങ്ങനെ വന്ന് അത് ഐ മാനേജ് ടു ഇംപ്രൂവ്. പിന്നെ ഈ മുണ്ടെടുക്കുന്ന കാര്യം ഐ യൂസ് ടു ലൈക്ക് ദാറ്റ്. ചിലവർ പറയായിരുന്നു അയ്യോ എന്തിനാ ഈ മുണ്ട് കൊടുത്ത് നടക്കുന്നത് പഴഞ്ചൻ ഒരു ഇതാണെന്ന്. പക്ഷേ ഐ എൻജോയ് ഡൂയിങ് ഇറ്റ്. ഇന്ന് ഈ മുണ്ടിൻ്റെ കാര്യം ചോദിക്കുമെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ പാൻറ്റ് ഇട്ടുകൊണ്ട് വന്നത്. ഒരു വ്യത്യാസം വരട്ടെ, അല്ലെങ്കിൽ ക്ലീഷയായപ്പോൾ എല്ലാവരും പറയും എപ്പോഴും മുണ്ടിട്ട് നടക്കുന്നു എന്ന്. പക്ഷേ ഐ ക്വൈറ്റ് എൻജോയ് ഇറ്റ്. എനിക്കിഷ്ടമാണ്. ഞാൻ ഒരുപാട് മലയാളം സിനിമാസ് കാണാൻ തുടങ്ങി. ഇൻഫാക്ട് ഐ തിങ്ക് വൺ ഓഫ് ദ വേസ് ഇൻ വിച്ച് മൈ മലയാളം ഓൾസോ ഇംപ്രൂവ്ഡ് വാസ് ത്രൂ മൂവീസ്. അത് കുറേയൊക്കെ ഹിസ്റ്റോറിക്കലായിരുന്നു. മമ്മൂട്ടിയുടെ വടക്കൻ വീരഗാഥ, പിന്നെ ചിലതൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവീസ് ഓൾസോ ഹിസ്റ്റോറിക്കൽ ഐ ഹവ് സീൻ. പ്രേം നസീറുടെയും ഷീലയുടെയും ഒക്കെ മാർത്താണ്ഡവർമ്മ എന്നൊക്കെ പറഞ്ഞ ഓരോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഈരയിലെ മൂവീസ്. സോ ആ ഒരു ഇൻട്രസ്റ്റ് അകത്തുനിന്ന് തന്നെ വന്നുകൊണ്ട് ഐ സ്റ്റാർട്ടഡ് കൾട്ടിവേറ്റിംഗ് ഇറ്റ്. ഇപ്പോൾ ഏത് കാര്യവും മിയർ ഇൻട്രസ്റ്റ് ഇസ് നോട്ട് ഇനഫ്, യു ടു ദെൻ സ്റ്റാർട്ട് ഇൻവെസ്റ്റിംഗ് എനർജി. അപ്പോൾ ഇപ്പോഴും നാട്ടിലൊരു വീടുണ്ട്, ഒരു ഗ്രാമത്തിലാണ്, ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയി താമസിക്കാറുമുണ്ട്. സോ ഐ ലൈക്ക് റീറ്റെയിനിങ് ദാറ്റ് കണക്ഷൻ. ബാക്കി ഫാമിലിയിലുള്ളവർക്കും അവർക്ക് സംശയമാണ് ഇഫ് ദേ കൻ കം ആൻഡ് ലിവ് ഇൻ കേരള പെർമനൻ്റ്ലി. പക്ഷേ ഐ എം ക്വൈറ്റ് ഹാപ്പി കമ്മിങ് ആൻഡ് ലിവിങ് ഇൻ കേരള. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞ ഒരു കാര്യമാണ് ചെണ്ടയോടുള്ള താല്പര്യം എങ്ങനെയുണ്ട്? ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ലിറ്റററി ഫെസ്റ്റിവലിൽ പങ്കെടുത്തതിന് ശേഷം ഒരു ക്ഷേത്രത്തിലെ ചെണ്ട വാദ്യം കാണാൻ പോകുന്നതിൻ്റെ വീഡിയോ മനു പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ കണ്ടു. അത് വലിയ രസമായിരുന്നു. കാരണം ഞാൻ കാലിക്കറ്റിലെ ഫെസ്റ്റിവലിലായിരുന്നു. അപ്പോൾ സെഷൻ 7:30 കഴിഞ്ഞു. തളിയിൽ അമ്പലം 8 മണിക്ക് അടയ്ക്കും എന്ന് വിചാരിച്ച് എങ്ങനെയെങ്കിലും അവിടെ മുമ്പ് അവിടെ എത്തണം. അപ്പം ബുക്ക് സൈനിങ് ഒക്കെ വേണ്ടെന്ന് വെച്ച് എളുപ്പം ഓടി അങ്ങോട്ട്. ഒരാളെ കണ്ടു, പരിചയമുള്ളൊരു കഴിഞ്ഞ തവണ ഫെസ്റ്റിവലിന് സൈനിങ്ങിന് വന്ന ഒരാളാണ്. അപ്പം ഐ മെറ്റ് ഹിം ആൻഡ് ഐ സെഡ് ഡു ഹാവ് എ കാർ, എന്നെ ഒന്ന് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന്. സോ ഹീ ടുക്ക് മീ. വളരെ ട്രാഫിക്കിനകത്ത് അവിടെ എത്തിയപ്പോഴാണ് ഈ ചെണ്ടയുടെ ഒരു വേട്ടക്കാരൻ്റെ ഇത് നടക്കുമായിരുന്നു, പൂജ. അപ്പോൾ അതിൻ്റെ ചെണ്ടയുടെ ഇത് കണ്ടതാണ്. ആൻഡ് ചെണ്ടയൊക്കെ പണ്ടേ ഒരു താല്പര്യമുണ്ട്. എനിക്ക് 16 years എന്തോ ഉള്ളപ്പോഴാണ് ആദ്യമായിട്ട് ഒരു പ്രോപ്പർ ചെണ്ടമേളം കാണുന്നത്. അന്നേ ഒരു കൗതുകം എന്നുള്ള രീതിയിൽ ഐ വാസ് ക്വൈറ്റ് ഇൻട്രസ്റ്റഡ് ഇൻ ഇറ്റ്. പിന്നെ ഇപ്പം ഐ എം ഡൂയിങ് എ ചെറിയൊരു ഡോക്യുമെൻ്ററി സീരീസ് ഓൺ കേരള. 10 episodes ആണ്. 4 episode ഇപ്പം അടുത്ത മൺഡേ 4ാമത്തെ എപ്പിസോഡ് വരും. യൂട്യൂബിലാണ്. ഇറ്റ്സ് ഓൾ അവൈലബിൾ ഫോർ ഫ്രീ. അതൊരു ലേബർ ഓഫ് ലവ് ആണ്. ബിക്കോസ് ഐ വോണ്ട് ടു ഡു. ഇപ്പം നമ്മൾ പുസ്തകം എഴുതുമ്പം അഗൈൻ ഡെസ്കിലിരിക്കുക, അതൊരു സർട്ടൺ ഓഡിയൻസ്, പിന്നെ ഒരു സർട്ടൺ ബുക്ക് വായിക്കുന്ന ക്രൗഡിനാണ് അത് കിട്ടുന്നത്. പക്ഷേ ഇൻ ടുഡേസ് വേൾഡ് എ ലോട്ട് ഓഫ് യങ്കർ കിഡ്സ് ആർ കൺസ്യൂമിങ് സ്റ്റഫ് ഓൺലൈൻ. അതിൻ്റെ അർത്ഥം ഇപ്പോൾ എല്ലാവരെ പോലെ ചുമ്മാ ഒരു പോഡ്കാസ്റ്റ് തുടങ്ങണം എന്നില്ല. ഐ ഡോണ്ട് ഫീൽ ഇൻട്രസ്റ്റഡ് ഇൻ ദാറ്റ്. ഇപ്പോൾ എല്ലാവർക്കും ഒരു പോഡ്കാസ്റ്റ് തുടങ്ങാം എന്നുള്ള ഇതാണ്. സോ ഐ തോട്ട് ലെറ്റ് മീ ഗോ ഔട്ട് ദെയർ. അപ്പോൾ എനിക്കൊരു ബ്രേക്ക് ആവും. ഈ ഡെസ്കിൽ ഇരിക്കുന്നത് മാറി പുറത്തിച്ചിരി പോയി ഒന്ന് കറങ്ങി ആൾക്കാരുമായിട്ട് ഇടപെടുന്ന ആ ഒരു രീതിയിൽ ചെയ്യാം. ആൻഡ് അതിനകത്ത് ഒരു എപ്പിസോഡ് വി ഡിഡ് വിത്ത് ചെണ്ട. ഇൻഫാക്ട് ദ വെരി ഫസ്റ്റ് എപ്പിസോഡ് അതും ഒരു ചെണ്ട ആർട്ടിസ്റ്റിൻ്റെ കൂടെയാണ് ചെയ്തത്, ദീപു എന്ന് പറഞ്ഞ്. ആൻഡ് ദെയർ ഓൾസോ കോൺഷ്യസ്ലി ആണ് തീരുമാനിച്ചത്. ഫോർ എക്സാമ്പിൾ കുറേ ആൾക്കാർ ചോദിച്ചു എന്തുകൊണ്ടാണ് ഒരു വലിയ ചെണ്ട മാസ്റ്ററിനെ ഫീച്ചർ ചെയ്യാൻ. ഐ തോട്ട് എവറിബഡി ഡസ് ദാറ്റ്. ഇപ്പം പൊതുവെ ചെണ്ട എന്ന് ആലോചിക്കുമ്പോൾ നമ്മൾ ഐക്കോൺസിനെയാണ് വിചാരിക്കുന്നത്. ഐ സെഡ് ലെറ്റ് മീ ഫൈൻഡ് സംബഡി ഹൂസ് യങ്കർ, ഏകദേശം എൻ്റെ ഒരു ഏജ് ഗ്രൂപ്പ്. അപ്പോൾ ഒരു കെമിസ്ട്രി ഓൺ ക്യാമറ വിൽ ബി എ ലോട്ട് ഈസിയർ. കുറേ കൂടെ പ്രായം, കുറേ കൂടെ ഒരു എസ്റ്റാബ്ലിഷ് ഫിഗർ ആണെന്ന് ഞാൻ തന്നെ കുറച്ച് ഫോർമൽ, കുറച്ച് സീരിയസ് ആവും. സോ ഐ തോട്ട് സെയിം ഏജ് ഗ്രൂപ്പ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി ഇൻട്രസ്റ്റിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് ഐ ഡിഡ് ദാറ്റ് ചെണ്ട എപ്പിസോഡ് വിത്തും. അദ്ദേഹം എന്നെ ക്യാമറയിൽ തന്നെ ഇരുത്തി പഠിപ്പിക്കുകയും ചെയ്തു കുറച്ച്. സോ അങ്ങനെയൊക്കെയുള്ള ഇറ്റ്സ് ഗുഡ് ഫൺ. നമ്മൾ തന്നെ ഓരോ
നമ്മുടെ കൾച്ചർ എന്നൊക്കെ പറയുമ്പം യു ടു ബി ഏബിൾ ടു എക്സ്പീരിയൻസ് ഇറ്റ്. ഞാൻ ഇപ്പോഴും ഫുൾ ടൈം ഇവിടെ അല്ലല്ലോ താമസം, അപ്പം വരുമ്പോഴേ എനിക്ക് ഇതിനെയൊന്നും ടേസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ആ ഒരു താല്പര്യത്തിലാണ് ഈ മറ്റ് ചില ആക്ടിവിറ്റീസിലേക്ക് പോകുന്നത്.